നീ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ പുറപ്പെട്ടിരുന്നുവെങ്കിൽ നിനക്ക് സമയത്തെത്താമായിരുന്നു. ഇതെങ്ങനെ പറയാൻ പറ്റും? ഇത് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് തേർഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു റിഗ്രറ്റിംഗ്, നിനക്ക് എത്താമായിരുന്നു, പുറപ്പെട്ടിരുന്നുവെങ്കിൽ എത്താമായിരുന്നു, റിഗ്രറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പം തേർഡ് കണ്ടീഷണൽ ആണ്. എങ്ങനെ പറയും? ഇഫ് യു ഹാഡ് ലെഫ്റ്റ്, ഹാഡ് പ്ലസ് V3 അല്ലേ, ലെഫ്റ്റ് ഹോം ലിറ്റിൽ ഏർലിയർ, യു കുഡ് ഹാവ് എത്താമായിരുന്നു, വീട്ടിൽ എത്താമായിരുന്നു. യു കുഡ് ഹാവ് റീച്ച്ഡ് ഓൺ ടൈം. മനസ്സിലായോ? ഇഫ് യു ഹാഡ് ലെഫ്റ്റ് ഹോം ലിറ്റിൽ ഏർലിയർ യു കുഡ് ഹാവ് റീച്ച്ഡ് ഓൺ ടൈം. ഓക്കെ, ഇതൊരു തേർഡ് കണ്ടീഷണൽ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഹാഡ് പ്ലസ് V3 കുഡ് ഹാവ് വന്നത്. അവൻ പഠിച്ചതിനേക്കാൾ കൂടുതലാണ് പരീക്ഷയിൽ ചോദിച്ചത്. ഇതെങ്ങനെ പറയാൻ പറ്റും? മോർ ദാൻ, ബാക്കി പറഞ്ഞേ, മോർ ദാൻ വാട്ട് ഹി സ്റ്റഡീഡ്, ബാക്കി മോർ ദാൻ വാട്ട് ഹി സ്റ്റഡീഡ് വാസ് ആസ്ക്ഡ് ഇൻ ദ എക്സാം. മോർ ദാൻ വാട്ട് ഹി സ്റ്റഡീഡ് വാസ് ആസ്ക്ഡ് ഇൻ ദ എക്സാം. മഴ പെയ്താലും ഞങ്ങൾക്ക് യാത്ര തുടരേണ്ടതുണ്ട്. ഇതെങ്ങനെ പറയും? തുടരേണ്ടതുണ്ട് കേട്ടോ. കമന്റ് ബിലോ.